Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ട്ടോ. എന്താ ജി ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ട്ടോ. എന്താണ് വീഡിയോ ചെയ്യാതിരുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ എന്തായാലും പറയാം ട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു 7 days റൈസ് വാട്ടർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കൂടെ ചലഞ്ച് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേർക്കൊക്കെ പിന്നെ കഞ്ഞിവെള്ളം ചേരുന്നില്ല, പക്ഷേ അജീൻ്റെ കൂടെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ എല്ലാ ചലഞ്ചും ചെയ്യുമ്പോൾ ഞാൻ പറയില്ല നിങ്ങൾക്ക് ചേരാത്ത സംഭവം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറയാമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം ചേരാത്തവർക്കും നമ്മുടെ ഈ ഒരു 7 days ചലഞ്ചിൽ പങ്കെടുക്കാം. കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് ഒരു 30 ദിവസത്തെ ചലഞ്ചാണ്. 30 ദിവസം ഒരു ഹെയർ കെയർ ആണ് എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു 30 ദിവസത്തെ ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് സ്റ്റാർട്ട് ചെയ്യാത്തത്. പിന്നെ ഞാനും ഹെയർ കെയർ ചെയ്തിട്ട് കുറേ ദിവസമായി. എൻ്റെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 7 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു 7 days ചലഞ്ച് എന്ന് പറയുമ്പോൾ ഡെയിലി വീഡിയോ ആണ് കേട്ടോ. ഡെയിലി ഹെയർ കെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. 7 ദിവസവും നമ്മൾ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഹെയർ കെയറും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്യലില്ല, നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് നമ്മൾ ഡെയിലി പാക്കൊന്നും യൂസ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ ചൂടാണ് എല്ലായിടത്തും എന്ന് അറിയാം. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ പാക്കുകളൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും പിന്നെ വലിയ പൈസ മുടക്കും കാര്യങ്ങളൊന്നും ഉള്ള പാക്കുകൾ നമ്മൾ എന്തായാലും ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുടിയിലൊക്കെ നമ്മൾ ചെയ്യലുള്ളൂ കേട്ടോ. എനിക്ക് കുറേ ദിവസം വീഡിയോ എടുക്കാണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, ഒരു ഫ്ലോ കിട്ടുന്നില്ല കേട്ടോ. ശരിയാവുമായിരിക്കും, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ 7 days റൈസ് വാട്ടർ ചലഞ്ചിൽ ഡേ 1 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു 7 days കഞ്ഞിവെള്ളം ചലഞ്ചിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യണം കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുടിയിൽ ഓയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ല, നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം കേട്ടോ. ചീകുന്ന കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് വലിച്ചു വാരി ചീകി നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന രീതിയിലാക്കരുത്. സോഫ്റ്റ് ആയ രീതിയിൽ മാത്രമേ നമ്മുടെ മുടി കോംബ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്നോട് കുറച്ച് കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അജി മുടി വല്ലാണ്ട് കൊഴിയുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ മുടി കോംബ് ചെയ്യലില്ല, മുടി കോംബ് ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ട് ചെയ്യാറില്ല, 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മുടി ചീകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്കിപ്പോൾ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ ഡെയിലി മുടി ചീകി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മുടി ഇപ്പോൾ ചീകിയാലും ചീകിയിലേയും പോകേണ്ട മുടി എന്തായാലും പോകും. പക്ഷെ നമ്മൾ മുടി ഡെയിലി ചീകുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. സോഫ്റ്റ് ആയ രീതിയിൽ മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞ് പിന്നെ സ്കാൽപ്പിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചീകി എടുക്കുക. നമ്മളിപ്പോൾ മുമ്പോട്ടേക്ക് മുടി ഇട്ടിട്ട് നമ്മൾ രാത്രിയൊക്കെ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മസാജിങ് ഒക്കെ ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകി നമ്മുടെ സ്കാൽപ്പിൽ കൊള്ളുന്ന രീതിയിൽ, സോഫ്റ്റ് ആയ രീതിയിൽ കേട്ടോ, ഹെവി ആയിട്ട് രീതിയിലല്ല, സോഫ്റ്റ് ആയ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് ചീകി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ള സമയമാണെങ്കിലും നിങ്ങൾ ഡെയിലി മുടി ചീകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതാ മുടിയൊക്കെ നന്നായിട്ട് ചീകി കെട്ടി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ എൻ്റെ മുടി, ഞാൻ പറഞ്ഞാൽ എൻ്റെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. മുടി കൊഴിച്ചിലില്ല, പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ മുടി പൊട്ടിപ്പോവാണ് കേട്ടോ. എനിക്ക് ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, മുടി ഒരുപാട് ഇങ്ങനെ പുതിയ മുടി വളരുന്നതല്ല, ഇത് മൊത്തം മുടി പൊട്ടിപ്പോയതാണ് കേട്ടോ. ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറേ ദിവസമായി ഞാൻ ഹെയർ കെയർ ചെയ്തിട്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ എന്താ പറയുക നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളില്ല, മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റ് ആവുക, ഇത് തന്നെയാണല്ലോ നമ്മുടെ മുടിയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്താൽ നമുക്കത് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ എടുക്കുക. അപ്പോൾ ഇന്ന ഓയിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളിപ്പോൾ വെറും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കരിഞ്ജീരക എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കരിഞ്ജീരക എണ്ണ അത്യാവശ്യം കഴിയാറായി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ജീരക എണ്ണ ഇനി തയ്യാറാക്കുന്ന സമയത്ത് ഒന്നും കൂടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തതാണ്, എങ്കിലും ഞാൻ ഇനി തയ്യാറാക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് എണ്ണ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എത്ര ഓയിൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഓയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുക്കുക.
പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഓയിലാണോ എടുത്തിട്ടുള്ളത് അതിന്റെ 1/4 ഭാഗമാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. 4 സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കാസ്റ്റർ ഓയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ അതേ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്. കാസ്റ്റർ ഓയിൽ തിക്കാണ്, നമ്മുടെ മുടിയിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഹോട്ട് ഓയിൽ മസാജ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹോട്ട് ഓയിൽ മസാജ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ടും തേച്ചാൽ മതി കേട്ടോ. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും താരന്റെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹോട്ട് ഓയിൽ മസാജിങ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് വഴിയാണ് ചൂടാക്കുന്നത്, ചൂടുവെള്ളത്തിന്റെ മേലെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുപ്പിന്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ചൂടാക്കി എടുക്കണേ അങ്ങനെ ചൂടാക്കി എടുക്കാം. ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സ്കാൽപ്പിലേക്ക് തേക്കാൻ പറ്റുന്ന ഒരു ചൂടില്, ഒരു ലൈറ്റ് ചൂട്, ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറ്റ യൂസിന് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. കാസ്റ്റർ ഓയിലും മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, നമ്മുടെ മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിലല്ല, നമ്മൾ സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹെയർ ഓയിലിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് മുടി വളർച്ചയ്ക്ക് ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ആദ്യം തേച്ച് കൊടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ലീവ് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി. നമുക്കൊരു കുറച്ച് സമയം എടുത്ത് ചെറിയ ചെറിയ സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്ത് തേച്ച് കൊടുക്കുക. മൊത്തത്തിൽ നമ്മൾ മുടിയിലേക്ക് ഓയിൽ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആവില്ല. അപ്പോൾ ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുക്കുക. എന്നിട്ട് അവിടത്തേക്ക് ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് കുറച്ച് ഓയിൽ എടുക്കുക. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവരൊക്കെയാണ്, എനിക്കറിയാം കുറേ പേര് കമൻറ്റിലൂടെ പറയുന്നുണ്ട് നല്ല ഹെയർ ഫോളാണ്, മുടി പൊട്ടി പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ഹെയർ ഓയിലിംഗ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് സമയം എടുത്ത് ഈ രീതിയിൽ ഹോട്ട് ഓയിലൊക്കെ ചെയ്ത് നല്ല രീതിയിലൊന്ന് ഓയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്, വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഇ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അത് ഏറ്റവും നല്ലതാണ്. കാസ്റ്റർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടി തിക്കായിട്ട് വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും, മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മുടി പൊട്ടി പോവാതിരിക്കാനും സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ വൈറ്റമിൻ ഇ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലേക്ക് നന്നായിട്ട് തേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ഹെയർ ഓയിലിംഗ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. അന്നത്തെ ദിവസം മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ അത് സഹായിക്കുള്ളൂ. ഇങ്ങനെയൊന്നും കറക്റ്റായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുടി ഇത്ര മാത്രം ഇപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇപ്പോൾ സ്പ്ലിറ്റ് ആയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ആയതല്ല നമ്മൾ മുടി പൊട്ടിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ മുടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പൊട്ടിയ മുടി പൊന്തി വരുമല്ലോ. അപ്പോൾ അതിനകത്തേക്കൊക്കെ നമ്മൾ അറ്റത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് കാണിക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കലുണ്ട് ഡെയിലി നമുക്ക് ഇങ്ങനെ ഓയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെയിലി നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഓയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ടും എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതല്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമ്മളിങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആഴ്ചയിൽ ഒരു തവണയാണ് നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുന്നത്. അന്നത്തെ ദിവസം മാത്രം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായി തേച്ച് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഓയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പൊന്നും പ്രശ്നമല്ലെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഓയിൽ മുടിയിൽ വെച്ചിട്ട് കഴുകുന്നതാണ് നല്ലത്. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ഓയിൽ വെക്കുമ്പോൾ എന്തായാലും നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ വരും. അങ്ങനെയുള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ കഴുകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ നമുക്കിനി മുടി കഴുകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല, ഒരു അര കപ്പ് കഞ്ഞിവെള്ളം മതി കേട്ടോ. പിന്നെ ഒരുപാട് മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്
തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത്, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന ഷാമ്പു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മുടിക്ക് ആവശ്യമുണ്ടോ ഷാമ്പു അതിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യത്തിനുള്ള ഷാമ്പു ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഷാമ്പു ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഷാമ്പു അത്യാവശ്യം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ പിന്നെ ഷാമ്പു മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുക. അതിനേക്കാളും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മുടിക്കുള്ള ആ ഒരു ഡ്രൈനെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മുടി മൊത്തത്തിൽ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല നമ്മൾ വേറെ കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുടി നല്ല സോഫ്റ്റ് പിന്നെ നല്ലൊരു ഷൈനിങ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ കഞ്ഞിവെള്ളത്തിലേക്ക് ഷാമ്പു ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ഷാമ്പു കഞ്ഞിവെള്ളത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഷാമ്പു ചേർത്തിട്ട് ഷാമ്പു ഉപയോഗിക്കുന്ന ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാത്തവരാണ്, കഞ്ഞിവെള്ളം മുടിക്ക് സ്യൂട്ട് ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ കൂടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ വെള്ളത്തിൽ ഷാമ്പു ചേർത്താൽ മതി. കഞ്ഞിവെള്ളം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുന്നവർ എന്തായാലും കഞ്ഞിവെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ പറയുക, ഏതരിയുടെ കഞ്ഞിവെള്ളം അങ്ങനെയൊന്നും ഇല്ലാട്ടെ. ഏതരിയുടെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല. തലേ ദിവസത്തെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേഗം തല കഴുകാം. പിന്നെ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് മുടി മൊത്തത്തിൽ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകാം. അപ്പോൾ നമ്മളിപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഷാമ്പു ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൽപ്പിലും മുടിയിലും എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക, കൈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കട്ടെ. കാരണം ഇന്ന് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് ഓയിൽ ഉണ്ടാവും. അത് കഴുകി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മുടെ മുടിയിലുള്ളത് നല്ലതല്ല കേട്ടോ. മുടി കൊഴിച്ചിൽ വരാനും താരന്റെ പ്രശ്നം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് മുടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കുക. നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതും നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മുടിയിലോ സ്കാൽപ്പിലോ ഉണ്ടാവാൻ പാടില്ല. കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. നമ്മുടെ 7 ഡേയ്സ് ഹെയർ കെയറിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മളങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മുടിയിൽ ഓയിൽ തേച്ചു, പിന്നെ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുന്നില്ല എന്നാണെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഷാമ്പു മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്യണം കേട്ടോ. നൈറ്റ് ഹെയർ കെയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹെയർ സെറം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് രാത്രിയിൽ പിന്നെ എന്തായാലും ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഹെയർ സെറം എടുത്ത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.